ഇ-ഹെൽത്ത് പദ്ധതി നടത്തിപ്പ് പൂർണ്ണമായും തദ്ദേശ വകുപ്പിന് നൽകാൻ ആരോഗ്യവകുപ്പിന്റെ നീക്കം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചെലവുകൾ തദ്ദേശ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കണമെന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കി. കേരളത്തിലെ ആരോഗ്യമേഖലയെ പൂർണ്ണമായും ഡിജിറ്റലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ-ഹെൽത്ത് പദ്ധതിക്ക് ആരോഗ്യവകുപ്പ് രൂപം നൽകിയത്. ഒരാൾ ആശുപത്രിയിലെത്തി ചികിത്സാ നടപടികൾ പൂർത്തിയാക്കി മടങ്ങും വരെയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈനായി സൂക്ഷിക്കും. മാതൃ ശിശു സംരക്ഷണം കാര്യക്ഷമമാക്കുക, ഓൺലൈൻ ക്യൂ മാനേജ്മെന്റ് എന്നിവയെല്ലാം ഇ-ഹെൽത്തിന്റെ വലിയ നേട്ടമായി ആരോഗ്യവകുപ്പ് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം പദ്ധതി നടത്തിപ്പ് പൂർണ്ണമായും തദ്ദേശ വകുപ്പിന് നൽകാനാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകൾ തദ്ദേശ വകുപ്പിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് ഇ-ഹെൽത്ത് ഡയറക്ടർ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. ഇതുപ്രകാരം പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകൾ തദ്ദേശ വകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കണമെന്ന് വ്യക്തമാക്കി സർക്കാർ ഉത്തരവിറക്കി. ഇ-ഹെൽത്ത് പദ്ധതിക്ക് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ, ഇ-ഹെൽത്ത് കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള ചിലവുകൾ തദ്ദേശ വകുപ്പ് നിർവഹിക്കും. ആരോഗ്യവകുപ്പിലെ കാരുണ്യ പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ പോലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം നിലയ്ക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.